പ്രീ ഇമോട്ട് എന്നുള്ള തമ്പനിയിൽ കണ്ടിട്ട് ഇമോട്ട് എന്താണെന്ന് അറിയാനാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കയറിയെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഇമോട്ട് എന്താണെന്നുള്ള കാര്യം പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. ഇമോട്ട് എന്ന് പറയുന്നത് നമ്മൾ ട്വിച്ചിനകത്ത് ചാറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഇമോജീസിനെയാണ് ട്വിച്ച് ഇമോട്ട് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഇമോട്ടുകൾ നമുക്ക് നമ്മുടെ ട്വിച്ചിൽ സെറ്റ് ചെയ്യാം, അത് എങ്ങനെ ഫ്രീ ആയിട്ട് സെറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇമോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ട്വിച്ചിൻ്റെ ക്രിയേറ്റർ ഡാഷ്ബോർഡിൽ കയറാം. അതിൽ പ്രൊഫൈൽ പിക്ചർ ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്രിയേറ്റർ ഡാഷ്ബോർഡ് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇവിടെ വ്യൂവേഴ്സ് റിവാർഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അതിനകത്ത് ഇമോട്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങളുടെ ട്വിച്ച് ചാനലിൽ ചിലപ്പോൾ ഈ ഒരു ഓപ്ഷൻ കണ്ടില്ലെന്ന് വരും. അങ്ങനെ കാണാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ട്വിച്ച് അക്കൗണ്ട് അഫിലിയേറ്റ് ആവാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ കാണിക്കാത്തത്. ഇമോട്ട് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്വിച്ച് അഫിലിയേറ്റ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇമോട്ട് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ട്വിച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. ഡിഫോൾട്ടായിട്ട് അവർ നമുക്ക് 3 ഇമോട്ട് തന്നിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ടിയർ 1, ടിയർ 2, ടിയർ 3 എന്ന് പറഞ്ഞിട്ട് 3 ഇമോട്ട് തന്നിട്ടുണ്ട്. അത് കൂടാതെ നമുക്ക് ഇനിയും നമുക്ക് ഇമോട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിന് സബ്സ്ക്രൈബർ പോയിന്റ് കിട്ടണം. 15 സബ്സ്ക്രൈബർ പോയിന്റ് ഉണ്ടെങ്കിൽ ഒരു ഇമോട്ടും കൂടി അൺലോക്ക് ആവും. ഒരു സബ്സ്ക്രൈബറിന് 1 പോയിന്റ് വെച്ചാണ് കിട്ടുക. എനിക്ക് ഇപ്പോൾ ആകെ ഒരു സബ്സ്ക്രൈബറേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് 1 പോയിന്റേ ഉള്ളൂ. 15 സബ്സ്ക്രൈബർ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്ലോട്ടും കൂടി അഡീഷണൽ ആയിട്ട് ഓപ്പൺ ആയി വരും. അത് കൂടാതെ ബിറ്റ്സ് ടിയർ ഇമോട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഇമോട്ടിൻ്റെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. അതായത് നമുക്ക് നമ്മളുടെ ചാറ്റിൽ, അതായത് നമ്മളുടെ സ്ട്രീമിൽ ആരെങ്കിലും ബിറ്റ്സ് സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് 1K ബിറ്റ്സ് സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഈ ഇമോട്ട് കിട്ടും. അതുപോലെ 5K ഒരു ഇമോട്ട് ഉണ്ട്, പിന്നെ 10K ബിറ്റ്സിന് ഒരു ഇമോട്ട് ഉണ്ട്. നമ്മുടെ സ്ട്രീമിൽ ബിറ്റ്സ് ആരെങ്കിലും സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ സ്പെഷ്യലായിട്ട് ഇമോട്ടുകൾ യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ഇമോട്ടുകൾ നമുക്ക് കൂടുതലായിട്ട് അൺലോക്ക് ആവും. അങ്ങനെ അൺലോക്ക് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ബിറ്റ്സ് ആൾക്കാരെ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഓരോ സ്ലോട്ടുകൾ അൺലോക്ക് ആയിക്കൊണ്ടിരിക്കും. ഇങ്ങനെയാണ് നമ്മുടെ ഇമോട്ടിൻ്റെ സ്ട്രക്ചർ പോകുന്നത്. നമുക്ക് ഇനി എങ്ങനെയാണ് ഇമോട്ട് നമ്മുടെ ചാനലിലോട്ട് ആഡ് ചെയ്യുക എന്നുള്ളത് നോക്കാം. എൻ്റെ കയ്യിൽ കുറച്ച് ഇമോട്ടുകളുണ്ട്, ഞാനത് ഓൾറെഡി സേവ് ചെയ്ത് വെച്ച ഇമോട്ടുകളുണ്ട്. ഞാനത് എങ്ങനെയാണ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലൊരു ഇമോട്ട് ഞാൻ റിമൂവ് ചെയ്യണം. ഞാൻ ജസ്റ്റ് റിമൂവ് ഫ്രം സ്ലോട്ട് ക്ലിക്ക് ചെയ്ത് ഓക്കെ. ഇമോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഞാനിപ്പോൾ ഒരു സ്ലോട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരുന്നു. ഇപ്പോൾ ഇവിടെ 1 ടിയറിൻ്റെ അവിടെ പ്ലസ് ഐക്കൺ കിടപ്പുണ്ട്. ഞാൻ ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു പുതിയൊരു വിൻഡോ ഓപ്പൺ ആയി വരും. ഈ വിൻഡോയിൽ നമുക്കിവിടെ ഇമോട്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇവിടെ വേണമെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇമോട്ട് ആഡ് ചെയ്യാം. ഇവിടെ അതുപോലെ തന്നെ ഓട്ടോ റീസൈസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഓഫ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു 3 സൈസിലായിരിക്കും നിങ്ങളുടെ ഇമോട്ട് സെറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഇത് ഇവർ ഓട്ടോമാറ്റിക് റീസൈസ് ചെയ്തോളും. ഇത് ഈ അടുത്ത് വന്നൊരു അപ്ഡേറ്റ് ആണിത്. ഈ അടുത്തെന്ന് വെച്ചാൽ ഒരു 2 മാസത്തിന് മുന്നേ വന്നൊരു അപ്ഡേറ്റിലാണ് ഇങ്ങനെ വന്നിരുന്നത്. മുന്നേ എല്ലാം നമുക്ക് ഈ ഒരു 3 സൈസിൽ റീസൈസ് ചെയ്തിട്ട് നമ്മുടെ ഇമോട്ടിനെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ അത് എളുപ്പത്തിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് റീസൈസ് ഓഫ് ആണെന്നുണ്ടെങ്കിൽ ഓൺ ആക്കിയിടാം. അങ്ങനെ ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇവിടെ സൈസ് പറഞ്ഞിട്ടുണ്ട് 1 MB ുള്ളൊരു ഇമോട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. 1 MB സൈസിലുള്ളൊരു ഇമോട്ടിന് അതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 112 112 × 112 പിക്സൽ. അതല്ലാന്നുണ്ടെങ്കിൽ 4096 × 4096 പിക്സൽ. 1:1 റേഷ്യോ ആണ്. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ കൊണ്ടുവരാം. അതായത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുന്ന കറക്റ്റ് സ്ക്വയറിലുള്ള ഇമേജിൽ അത് നമുക്ക് ആ ഒരു 1:1 റേഷ്യോ ആണ്. അപ്പോൾ അത് കൂടാതെ പിന്നെ ഒരു പറഞ്ഞേക്കണത് അനിമേഷൻ ചെയ്യാൻ പാടില്ല. അതായത് നിങ്ങൾ ജിഫ് പോലുള്ള ഫോർമാറ്റുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്തോട്ട് കൊണ്ടുവരാതിരിക്കുക. ഇമേജ് ഫോർമാറ്റുകൾ മാത്രം കൊണ്ടുവരാം. ജിഫ് ഇമേജ് ഫോർമാറ്റാണ്, പക്ഷേ അനിമേഷൻ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൂടാതെ സ്ക്വയർ സൈസ് ആയിരിക്കും. സ്ക്വയർ സൈസ് ഓൾറെഡി പറഞ്ഞു 1:1 റേഷ്യോ ആണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും സ്ക്വയർ സൈസ് ആയിരിക്കും. അതുകൂടാതെ ഇമോട്ടിൻ്റെ ഒരു നെയിം ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽ വെച്ചിട്ട് വേണം നിങ്ങളുടെ ഇമോട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇമോട്ട് ക്രിയേറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഇമോട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം 1-2 വെബ്സൈറ്റുകളിൽ പോവാം. ആദ്യം നമുക്ക് ഫ്രീ പിക്ക് എന്ന് പറയുന്ന ഈ വെബ്സൈറ്റിൽ ചെല്ലാം. ഫ്രീ പിക്ക് ചെന്നിട്ട് നമുക്കിവിടെ ഇമോട്ട് നമ്മൾ സെർച്ച് ചെയ്യാം. ഇമോട്ട് നമ്മൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇവരിവിടെ കുറേ ഇമോട്ടുകൾ തന്നിട്ടുണ്ടാവും. ഈ ഇമോജീസൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സ്ക്രോൾ ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ കുറച്ചുള്ള എഫക്റ്റുകളും കാര്യങ്ങളും കിട്ടും. അതായത് ഇങ്ങനത്തെ കുറച്ച് ഇമോജികളും കാര്യങ്ങളൊക്കെ കിട്ടും. അതുകൂടാതെ നല്ല ക്യാരക്ടറിന് വെച്ചുള്ള ഇമോട്ടുകൾ ഉണ്ടാവാറുണ്ട് ഇതിനകത്ത്. ജസ്റ്റ് നിങ്ങളിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതൊക്കെ കണ്ടോ, ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഇമോട്ടും കാര്യങ്ങളൊക്കെയാണ്. ഇങ്ങനത്തെയൊക്കെ യൂസ് ചെയ്യും. ഇപ്പോൾ നിങ്ങളൊരു ഇമേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ ഇതിൻ്റെ സജഷൻസ് ആയിട്ട് കുറേ ഇതുപോലൊരു ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഇമോട്ടുകൾ നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ ചിലത് നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കില്ല. ഇപ്പോൾ ചില സ്ക്രോൾ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ
കണ്ടോ, ഇവിടെ ചെറിയൊരു ക്രൗണിൻ്റെ ഒരു പടം കാണിക്കുന്നുണ്ട്. കണ്ടോ, ഇതിനൊക്കെ ഒരു ക്രൗണിൻ്റെ പടം കാണിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ക്രൗണിൻ്റെ പടം കാണിക്കുന്ന ഇമേജുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് പേയ്മെൻറ്റ് ചെയ്യണം. അല്ലാത്ത ഇമേജുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. എനിക്ക് ഈ ഒരു ഇമോജി ഇഷ്ടപ്പെട്ട് ഞാൻ ജസ്റ്റ് ഇത് ഡൗൺലോഡ് ചെയ്യുക. ഫ്രീ ഡൗൺലോഡ് ഉണ്ട്, പ്രീമിയം അല്ല, ഫ്രീ ഡൗൺലോഡ് ഉണ്ട്. ഇനി നമുക്ക് ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യാം. ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഇമേജിനെ ഫോട്ടോഷോപ്പിലോട്ട് കൊണ്ടുവന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്തു. ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഇപ്പോൾ അവർ പറഞ്ഞ റെസൊല്യൂഷനിൽ 1080 വരും. ഇത് 1:1 റേഷ്യോ ആണ്, സ്ക്വയർ ആണ്. അതുകൊണ്ട് ഇതിന് ഞാൻ ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്യാനുണ്ട്. പേസ്റ്റ് ചെയ്തതിന് ശേഷം ഇതാണ് എനിക്ക് വേണ്ടത്. ഞാനിതിനെ ഒരു ലാസർ ടൂൾ വെച്ച് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം. പിന്നെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതെനിക്ക് കുഴപ്പമില്ലെന്ന് തോന്നുന്നുണ്ട്. സ്കെയിൽ ചെയ്ത് ഫിറ്റ് ചെയ്ത് ഈ ഒരു രീതിയിൽ ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇമോട്ടിനകത്ത് നമുക്ക് ശരിക്കും ബാക്ക്ഗ്രൗണ്ട് ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എല്ലാം എറൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് ഫുൾ എറൈസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു PNG ആയിട്ടോ നമുക്ക് എന്തെങ്കിലും സേവ് ചെയ്യാം. PNG ആയിട്ട് സേവ് ചെയ്തിട്ടുണ്ട്. PNG ആയിട്ട് സേവ് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ നമ്മുടെ ഇത് എടുക്കാം. അത് കൂടാതെ ഞാൻ സേവ് ചെയ്തേക്കുന്ന PNG എടുക്കാം. ഇതാണ് ഞാനിവിടെ സേവ് ചെയ്തേക്കുന്ന PNG. ഇതാണ് നമ്മുടെ ഇമോട്ട് വന്നത്. ഞാൻ ഈ ഇമോട്ടിനെ ജസ്റ്റ് ഇതിനകത്തോട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാൻ പോവുകയാണ്. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഇമോട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഒരു ഓട്ടോമാറ്റിക് റീസൈസ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇനി നമ്മുടെ ഇമോട്ടിനകത്ത് ഒരു പേര് കൊടുക്കാം. അപ്പോൾ ഞാൻ പേര് കൊടുത്ത് ഗേൾ എന്നിട്ട് പേര് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇവിടെ അപ്ലോഡ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നേരെ അപ്ലോഡ് ആവും. അപ്ലോഡായിട്ട് നമ്മുടെ ഇമോട്ട് എന്ന് പറഞ്ഞ സെക്ഷനിൽ വന്നിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഇത് എന്തായാലും അപ്ലോഡ് ചെയ്യുന്നില്ല, ഞാനത് ക്യാൻസൽ ചെയ്യാൻ പോവുകയാണ്. അതുകൂടാതെ ഇവിടെ എൻ്റെ കൂടെ റീസെൻറ്റ് അപ്ലോഡഡ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇമോട്ടുകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ റീസെൻറ്റ് അപ്ലോഡ് ചെയ്ത ഇമോട്ടുകൾ നമുക്ക് തിരിച്ചെങ്ങനെയാണ് നമ്മുടെ ഇതിനകത്തോട്ട് ലോഡ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഈ സ്ലോട്ട് എംറ്റി ആണ്. നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പോയിട്ട് അപ്ലോഡ് ചെയ്ത് ഇനിയിപ്പോൾ നമ്മുടെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതുണ്ടോ, ഞാൻ മുന്നേ ഉപയോഗിച്ചിരുന്ന ഇമോട്ടുള്ള ഇതൊക്കെയാണ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് ഈ ഒരു ഇമോട്ടാണ് അവിടെ കിടന്നത്, നൈസ് ട്രൈ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഈ ഇമോട്ടിനകത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഏത് സ്ലോട്ടാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഓപ്പൺ സ്ലോട്ട് ഒരെണ്ണമുണ്ട്. ആ ഓപ്പൺ സ്ലോട്ടാണ് Tier 1. ഞാനത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിരുന്ന ഇമോട്ട് ഇങ്ങോട്ട് തന്നെ വന്നേക്കണത് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഇമോട്ട് സെറ്റ് ചെയ്യാം. ഫ്രീ പിക്ക് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ നല്ല ഇമോട്ടുകൾ നമുക്ക് കിട്ടും. ഇത് കൂടാതെ നിങ്ങൾക്ക് ഇനി റീസൈസ് ചെയ്യണം എന്നുണ്ടെന്ന് വിചാരിക്കുക. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫോട്ടോഷോപ്പ് ഇല്ല, പക്ഷേ നിങ്ങളുടെ ഒരു സ്ക്വയറിലൊരു ഇമേജ് കിട്ടി, എന്തെങ്കിലും കാരണവശാൽ സൈസ് കൂടിപ്പോയി, ഒന്ന് സൈസ് കുറക്കണം, റീസൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വെബ്സൈറ്റ് പരിചയപ്പെടുത്താം. ഈ ഒരു വെബ്സൈറ്റിനകത്തോട്ട് നമുക്ക് നമ്മുടെ ഇമോട്ടുകൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ നമ്മുടെ ഇമോട്ടിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്ത് തരും. അപ്പം ഞാനത് കാണിച്ചു തരാം. ഇപ്പം എൻ്റെ ഇമോട്ടിൻ്റെ സൈസ് എന്ന് പറയുന്നത് 604 KB ഉണ്ട്. ഇത് വരുന്നത് 1080 × 1080 എന്ന് പറഞ്ഞ സൈസിലാണ് വരുന്നത്. ഇത് ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നതായിരിക്കാം. ഇതിനകത്ത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇമോട്ടിനെ റീസൈസ് ചെയ്തിട്ടുണ്ട്. റീസൈസ് ചെയ്തിട്ട് 112 × 112 അങ്ങനെ പല സൈസിൽ ഇതിനാണ് നമ്മുടെ ഇമോട്ടിനെ റീസൈസ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നോക്കിയപ്പോൾ ഈ ഒരെണ്ണം മാത്രം മതി എന്നുണ്ടെങ്കിൽ ആ ഇമേജിനകത്ത് ജസ്റ്റ് ക്ലിക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ആ ഒരു ഇമേജ് മാത്രമായിട്ട് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇല്ലാന്നുണ്ടെങ്കിൽ സേവ് ഓൾ കൊടുക്കുക. സേവ് ഓൾ കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സിപ്പ് ഫയലായിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ട്വിച്ചിനകത്ത് ഇമോട്ട് സെറ്റ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. എന്തെങ്കിലും ചേഞ്ചസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം. സി യു, ബൈ.